ടെൻഷൻ അടിക്കണ എന്തിനാ? ഞാൻ വലിയൊരു ദീർഘ യാത്ര കഴിഞ്ഞ റൂമിൽ എത്തിയാണ്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം നിങ്ങളെ റൂം ക്ലീൻ, ഞാൻ പോകുമ്പോൾ അത്ര വൃത്തിക്ക് കൊണ്ടുവരുന്ന റൂമാണ്. എന്താണ് ഈ റൂമിന്റെ അവസ്ഥ? അല്ല, ഇവിടെ അത്ര പൊടി, ഞാൻ ക്ലിയർ ആയി പോയി. കുഴപ്പമില്ല, ഏതായാലും നമ്മള് റൂം മാറാൻ പോകണം. ഇത്രയും നിറഞ്ഞു കക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യന്മാരെ ഒരാഴ്ചത്തെ ഞാൻ പോകുമ്പോ അത്ര പെർഫെക്റ്റ്. ഞാൻ എന്റെ സ്വന്തം വീട് നോക്കണം. അപ്പൊ ഓക്കെ. പിന്നെ അതൊന്നും നോക്കണ്ട. പിന്നെ ഇജ് ഒരു കാര്യം ആലോചിക്കണം. ഇപ്പൊ നാട്ടിൽ നിന്ന് എന്തിനാ ടെൻഷനാണെന്ന് അതെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ടെൻഷനൊക്കെ നമുക്ക് മാറ്റാം. വെട്ടോട്ടിക്ക് ആ സാധനം നമുക്ക് നോക്കി അവിടുത്തെ ടേബിൾ നമുക്ക് നോക്കി ടേബിൾ നമുക്ക് നോക്കിട്ട് മൈ ഗോഡ് പൊടിക്ക് ഓരോ സാധനങ്ങളായിട്ട് ഉണ്ണിയപ്പം ഇങ്ങോട്ട് വായിച്ചു അങ്ങോട്ട് പോവല്ലേ? ഞാനാ പറഞ്ഞത് ബേക്കറിയാണ്. ഇതെന്താ കാക്കിലോ സാധനം കൊടുക്കുന്നത്? എന്താണ് ചീഞ്ഞ പാട ചങ്ങായി. അതാ മറ്റേ മുത്തുപ്പാന്റെ എന്നാ മാറ്റിക്ക്. ഉഷാക്ക് ഇപ്പൊ തന്നെ പാഴം ടേസ്റ്റ് ഒക്കെ ഉണ്ട് നാട്ടില്. ബീഫ് കാലിട്ടപ്പേ കാലിട്ടപ്പുള്ളത് കാണല്ലോ. അതെന്തോ ബേക്കറിയാണ് ആയിട്ടോ. ഇവിടെ നാടിവല ഇവിടെ പൊട്ടിക്ക് പൊട്ടിക്കാരനെ അത് ഓനല്ലേ വീഡിയോ. നാടിവല ഇതാണ് നാടിവല ഉണ്ട്. ഓ ഒരു ലോഡ് ബേക്കറി. ബേക്കറി കൊണ്ടുവരാൻ പാടില്ല കേട്ടോ. എന്താ കലത്തപ്പം അത് പൊളിച്ചതാണ്. ഇത് വീട്ടിലുണ്ടാക്കി മൻസൂറ കലത്തപ്പം? മൈസൂർ പാക്കാണ്. നാടിവല സാധനം കുരുമുളക് ഉണ്ടാ. കുരുമുളക് ഞാൻ അവനോട് കൊണ്ടുപോകാൻ പറഞ്ഞു. 4 കിലോ നോക്കട്ടെ. 4 കിലോ ബീഫ് ഒന്ന് വണ്ടി വിട്ടതേ. 4 കിലോ ബീഫ്. ടീഷർട്ട് ചുരിദാറോ? അത് നമ്മളെന്റെ ടീഷർട്ട്. അതിനൊക്കൊന്നും വെച്ചാണ് കളറാക്കല്. ഓ കളർഫുൾ സാധനങ്ങള്. റോഡ് സൈഡിൽ കൂടെ ആണ് മനസ്സിലത്. കളർ പോയതല്ല, അതിന്റെ മോഡലാണ്, ഷെയ്ഡാണ്. ഓ 5 ടീഷർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഗായ്സ് അങ്ങനെ അതൊന്ന് സൂം ഔട്ട് ആക്കാം. ഇതൊക്കെ ബാക്കി ചോർന്ന് കേട്ടോ. അപ്പോൾ ഏതായാലും മൻസൂർ നാട്ടിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ കൊടുക്കുന്നത്. ഓ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത്ര സാധനമല്ല, പ്രതീക്ഷിച്ചത്ര സാധനമല്ല. എന്നാലും ചക്ക വിടറാ. ചക്ക അത് 2 നമ്മളത് 2 നമുക്കുള്ളത്. ഇതാണ് ജി 4 കിലോ ഉണ്ട് പറഞ്ഞത്. ഓരോ കിലോൻ്റെ ബീഫ് പറഞ്ഞാണ് 2 കിലോ 4 കിലോ ബീഫ്. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് മൻസൂർ കൊടുത്തിട്ടുള്ളത് ഗൈസ്. ഓക്കെ, ഇനി ഞങ്ങളിത് ഓരോന്നായിട്ട് അടിക്കും. പിന്നെ ഒരു സന്തോഷ വാർത്ത മൻസൂറിനോട് പറയാനുള്ളത്, നമ്മളോട് എത്രയും പെട്ടെന്ന് റൂം മാറാൻ പറഞ്ഞിട്ടുണ്ട്. ഇജിങ്ങട്ട് വരാൻ നിൽക്കുക, ഇനി റൂം മാറണം പറയാൻ. ഓക്കെ, അതുകൊണ്ടാണ് പെട്ടെന്ന് മാറണം പറഞ്ഞത്. റിയാദിൽ ഒരേ ഒരു സെലിബ്രിറ്റി മൻസൂറുള്ള റൂമാണെന്ന് ചോദിച്ചാൽ ആന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് മാറണം പറഞ്ഞു നമ്മളോട്. ഓക്കെ, അപ്പൊ ഏതായാലും ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ മൻസൂറിന്റെ പെട്ടി പൊട്ടിക്കൽ കാഴ്ചകൾ. ഇത് 30 കിലോ ലഗേജ് 40 കിലോ കൊടുത്തു. ഇനി എന്താണ് 4 കിലോ ബീഫ് 5 ചക്ക വരാണ്ട്.
ഞാൻ എന്നോട് നിങ്ങളൊക്കെ ലീവ് കഴിഞ്ഞ് വരുമ്പോ എന്താ കൊണ്ടുള്ള നിങ്ങള് എന്റെ നാട്ടിൽ വന്നല്ലോ ഏതായാലും മനസ്സിലാ ഈ പെട്ടിരുത്ത് പെട്ടിരുത്തൊക്കെ അത് എന്റെ പെട്ടിയാണല്ലോ പറയും പോലെ. ഓക്കെ, അപ്പോൾ ഏതായാലും ഇത്രയും സാധനങ്ങളുണ്ട്. ഈ ദയവ് ചെയ്ത് ഇതൊക്കെ ആർഭാടാണെന്ന് ആരും ദയവ് ചെയ്ത് ഇത് ആർഭാടാണെന്ന് ആരും പറയരുത്. ഇതൊക്കെ നമ്മളെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. ലോൺസ് പറയാ പിന്നെ ഇത്രയും അതെന്താ പിന്നെ കുറച്ച് ടീഷർട്ട് ഉണ്ട്. ഓക്കെ, ടീഷർട്ട് നമ്പർ 1 അൺബോക്സിംഗ്, ടീഷർട്ട് നമ്പർ 2, ടീഷർട്ട് നമ്പർ 3 ബ്ലൂ, എല്ലാ കളറും ടീഷർട്ട്. ഈ ബ്ലാക്ക് ഇത് കനം കുറവാണല്ലോ, വെയിറ്റ് ഇല്ലല്ലോ. പിന്നെ നമ്മളെ റെഡ്. ഓക്കെ, അപ്പോൾ മൻസൂറ ഇത്രയും ടീഷർട്ട് എനിക്ക് സൗജന്യമായി തന്ന മൻസൂറിന് ഒരുപാട് നന്ദി. അപ്പൊ ഇജ്ജ് ഫ്രീ ആയിട്ട് നല്ല പറഞ്ഞത് നാട്ടിൽ നിന്ന് നിന്റെ സ്നേഹാണെന്നുണ്ട്. ഏതത് ബ്രാൻഡ് ഏതത്? അല്ല ഇതിമ 465 നാളെ ഇതിമ ഇതാക്കണ ഇതിമ മറ്റേ ബില്ലടിച്ചേക്കണത്. അപ്പൊ ഏതായാലും എന്താ വിശേഷങ്ങളും തന്നെ ഓന്റെ തോട്ടത്തിൽ. അതാണ് ബംഗാളികള് മറ്റേ തേങ്ങ ഇട്ടപ്പോ കൊലയാടിന്ന് പറഞ്ഞേ. അപ്പോൾ ഇതാണ് ആ സാധനം. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയൊക്കെയാണ് നമ്മുടെ പെട്ടുപൊട്ടിക്കൽ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഇനി നല്ല 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 വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അല്ലേ? വെറുപ്പിക്കാത്ത വീഡിയോസ്. അതെ, അപ്പോൾ വെറുപ്പിക്കാത്ത വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ ബെഡിലേതാ ആരും കാണുന്നില്ല. ഇത് പോയപ്പോൾ എങ്ങനെയാണോ അതേപോലെ ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിയില്ല. ഒരിക്കലില്ല. ഞാൻ അങ്ങനെയല്ല. ഞാൻ നല്ല ഈമാനുള്ള മനുഷ്യനാണ്. ഞാൻ 10 മണിക്കാണ് ഇവിടെ. നൗഷാക്കങ്ങൾ കാണല്ലേ ഞാൻ നേരത്തെ കടന്നു പറഞ്ഞത്. അപ്പൊ ഏതായാലും ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ നാളെ മുതൽ നമ്മൾ വീണ്ടും വീഡിയോസ് ആയിട്ട് വരും. റിയാക്ഷൻ വീഡിയോസ് അതേപോലെ തന്നെ ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതെ, ബർത്ത്ഡേ ഗിഫ്റ്റിന്റെ വീഡിയോസ് നമ്മൾ ബർത്ത്ഡേ ഗിഫ്റ്റ് വീണ്ടും തുടങ്ങുന്നല്ല ഞാൻ കൊടുത്തിക്കണ്. അപ്പൊ ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. മൻസൂറ ബൈ ബൈ പറയും. ബൈ 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 ബൈ. ഓക്കെ ബൈ.